നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഭരണിക്കാവ് മുസ്ലിം ജമാഅത്തിൽ പെട്ട അസീസ് സാഹിബിൻ്റെ മകൻ അൻസറിൻ്റെയും ശൂരനാട് ജമാഅത്തിൽ പെട്ട റഷീദ് സാഹിബിൻ്റെ മകൻ രഹനയുടെയും വിവാഹത്തിന് വേണ്ടിയാണ്. വിവാഹത്തിന് മുമ്പ് 10 മിനിറ്റ് അതിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് അസീസ് സാഹിബ് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൈക്കെടുത്ത് വിളിച്ച് നിൽക്കുന്നത്. പൊതുവെ വിവാഹവേദിയിൽ പ്രസംഗിച്ചെനിക്ക് ശീലവുമില്ല. ഇവിടെ നടക്കാൻ പോകുന്ന ഈ ചടങ്ങിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. കേരളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി നാരായണൻ പിള്ള സാറ് മജീദിനോട് ചോദിക്കുന്നുണ്ട്, ഒന്നും എത്രയാണ്? ക്ലാസ്സിൽ എല്ലാവരോടും ഒന്നും കൂട്ടിയാൽ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും സ്ലേറ്റിൽ എഴുതിയും മറ്റും ഒന്നും 2 എന്ന് ഉത്തരം പറയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ മൂവാറ്റുപുഴ 6ന്റെ 2 കൈവഴികൾ തൻ്റെ വീടിനടുത്ത് വന്ന് ഒരുമിച്ച് ചേർന്ന് ഒന്നായി ഒഴുകുന്ന കണ്ട് മാത്രം പരിചയമുള്ള മജീദ് പറയുന്ന ഉത്തരം ഇമ്മുനി വലിയ ഒരൊന്ന് കിട്ടുമെന്നാണ്. സത്യത്തിൽ ബഷീറിന്റെ കഥാപാത്രമായ മജീദ് പറഞ്ഞതുപോലെ ഒന്നും ചേർന്ന് ഇത് 2 എന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ ഒന്നായി ചേരുന്ന ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിതിനെ നിക്കാഹിന്റെ സദസ്സ് എന്നാണ് സാധാരണ പറയുന്നത്. അറബി ഭാഷയിലെ ഒരു വാക്കാണ് നിക്കാഹ് എന്നുള്ളത്. അതിന് മലയാളത്തിൽ ഒരു അർത്ഥം പറയാൻ സാധിക്കുകയില്ല. ആ വാക്കിന്റെ ഒറിജിൻ, ആ വാക്ക് അറബിയിൽ രൂപപ്പെട്ടത് തനാഖഹത്തിൽ അഷ്ജാർ എന്ന അറബികളുടെ ഒരു പ്രയോഗത്തിൽ. തനാഖഹത്തിൽ അഷ്ജാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാട്ടിലേക്ക് പോയാൽ കാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അതിൽ ഒരു മരം, ആ മരത്തിന്റെ ശിഖരങ്ങൾ തൊട്ടടുത്തുള്ള മറ്റൊരു മരവുമായി ചേർന്ന് പിണഞ്ഞ് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ കണ്ടാൽ ഇതേത് മരത്തിന്റെ കൊമ്പാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഇടചേർന്ന് കൂടിക്കിണഞ്ഞു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് തനാഖഹത്തിൽ അഷ്ജാർ എന്ന് അറബിയിൽ പറയുന്നത്. 2 മരങ്ങളുടെ ശിഖരങ്ങൾ ഒന്നായി ചേർന്ന് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഇതിൽ ഏതിന്റെ ശിഖരമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ 2 വ്യക്തികൾ ഒന്നാകുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് നിക്കാഹ് എന്നുള്ളത്. വാസ്തവത്തിൽ ഇവിടെ 2 വ്യക്തികൾ ഒന്നാവുകയാണ്. അതിനേക്കാൾ ഉപരി ആ വ്യക്തികൾ ഒന്നാകുന്നതിനോടൊപ്പം 2 കുടുംബങ്ങൾ ഒന്നാകുന്ന അസുലഭമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൻസറും രഹനയും ഇവര് 2 പേരും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായും മതങ്ങളുടെ കാഴ്ചപ്പാടിൽ ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്നാകുന്നത്. ഇന്നലെ വരെ തീർത്തും അന്യരായിരുന്ന, പരസ്പരം അറിയാത്തവർ, പരസ്പരം കണ്ടിട്ടില്ലാത്തവർ, അവര് 2 പേരും ദൈവത്തിന്റെ നാമം പറഞ്ഞ് ഒന്നാകുന്ന പ്രക്രിയയാണ് നിക്കാഹിലൂടെ നടക്കുന്നത്. നമ്മൾ സാധാരണ വൈവാഹിക ബന്ധത്തെ വില കുറച്ച് കാണുന്ന ഒരു സംസ്കാരം നമ്മളുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. രക്തബന്ധത്തെ മഹത്വമുള്ളതായി കാണുകയും വിവാഹബന്ധം 3 മൊഴിയിൽ അവസാനിക്കുന്ന ബന്ധമാണ് എന്ന് നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം, തീർത്തും അത് തെറ്റാണ് എന്നറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അറുത്തു മാറ്റാൻ പറ്റാത്തത് എന്ന് നമ്മൾ പറയുന്ന രക്തബന്ധത്തെക്കാൾ ദൈവത്തിന്റെ അടുക്കൽ പവിത്രമായ ബന്ധമാക്കി തീർക്കുകയാണ് വിവാഹത്തിലൂടെ
തീർത്തും അന്യരായ രണ്ടുപേരുടെ ഇടയിലുള്ള ഈ ബന്ധത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത, അനശ്വരമെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു നിലനിൽക്കുന്ന, സ്വർഗലോകത്തും നിലനിൽക്കുന്ന ബന്ധമെന്ന് മതം പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു ബന്ധം അത് ഈ വൈവാഹിക ബന്ധമാണ്. ഇത് ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ്. സാധാരണ ഇംഗ്ലീഷിൽ സോൾമേറ്റ് എന്നാണ് പറയുന്നത്, ആത്മാവിന്റെ കൂട്ടുകാരൻ. ബൈബിളും ഖുർആനും പറയുന്നത് ആദമിന്റെ വാര്യയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യ ശരീരത്തിൽ ധാരാളം എല്ലുകളുണ്ട്. വാര്യലിനേക്കാൾ ബലമുള്ള, ശക്തിയുള്ള, നീളമുള്ള, നേരെ നിൽക്കുന്ന ധാരാളം എല്ലുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടും ആദമിന്റെ വാര്യലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. വാര്യല് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഹൃദയമടക്കമുള്ള, ലെൻസ് അടക്കമുള്ള ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അവയവങ്ങളെ സംരക്ഷിക്കുന്ന പണിയാണ് നമ്മളുടെ റിബ്സ് അല്ലെങ്കിൽ വാര്യല് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലും വാര്യലാണ്. ആദമിന്റെ വാര്യലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ച് ഹൃദയത്തോട് എന്നും ചേർത്ത് നിർത്തേണ്ടവനാണ് തന്റെ ഭാര്യ എന്നും തന്റെ ഭർത്താവ് എന്നുമുള്ള ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ബൈബിള് പറയുന്നത് ആദം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. അഥവാ ആദമിന്റെ പ്രവൃത്തിയോ തീരുമാനമോ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ കേവലം ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോകത്തെ ആദ്യത്തെ ദമ്പതികളെ ദൈവം പടച്ചത് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിവാഹങ്ങൾ നടക്കുന്നത് എന്ന്. തീർത്തും ആത്മാവിന്റെ കൂട്ടുകാരിയായി, ആത്മാവിന്റെ കൂട്ടുകാരനായി ദൈവത്തിന്റെ നാമത്തിൽ രണ്ടാളുകൾ മാറുന്ന അസുലഭ മുഹൂർത്തമാണ്. ഇവിടെ സാക്ഷിയാകാൻ നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്ന് ഇതൊരു ആരാധനാ കർമ്മം പോലെ ആഘോഷിക്കുന്നുവെങ്കിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു സാക്രിമെന്റ് അല്ല, ഒരു കൂദാശയല്ല, മറിച്ച് ദൈവത്തിന്റെ നാമത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഏർപ്പെടുന്ന ഒരു ഉടമ്പടിയാണ് നിക്കാഹ് എന്നുള്ളത്. ഇവിടെ സാക്ഷിയാകാൻ നമ്മളെ വിളിച്ചു വരുത്തിയത് രണ്ട് ലക്ഷ്യത്തിന്റെ പേരിലാണ്. ഇവിടെ അൻസറിന്റെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, വധുവിന്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. ഈ മുഹൂർത്തത്തിന് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ട് കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഒന്ന്, ഇന്നലെ വരെ നിങ്ങൾക്ക് അൻസർ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല ഇന്നു മുതൽ. ഇന്നലെ വരെ കേവലം നിങ്ങളുടെ കൂട്ടുകാരൻ, അസീസാഹിനെ സംബന്ധിച്ചിടത്തോളം മകൻ, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം സഹോദരൻ മാത്രമായിരുന്നു എങ്കിൽ ഇന്നീ മുഹൂർത്തം കഴിയുന്നതോടുകൂടി മറ്റൊരാളെ സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയ ഒരു ഭർത്താവാണ് അൻസർ എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ വരെ അൻസറിനോട് ഇടപെട്ടതുപോലെ ഇന്നു മുതൽ നിങ്ങൾ ഇടപെടരുത്. അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ, അവരുടെ സന്തോഷങ്ങൾ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഇടപെടലുകൾ മാതാപിതാക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും ഈ മുഹൂർത്തം കഴിയുന്നത് മുതൽ ഇടപെടരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. രണ്ടാമത്തത്, നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ഇവരൊന്നാകുന്ന കർമ്മത്തിന്റെ സാക്ഷികളാക്കി. ഇനി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വാക്കോ നിങ്ങളുടെ പ്രവൃത്തിയോ ഇവരെ രണ്ടാക്കുന്നതിന് കാരണമായാൽ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ മഹാ അപരാധികളും പാപികളുമായി തീരുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് നല്ല ഭക്ഷണം തന്ന് നല്ലതുപോലെ സ്വീകരിച്ച് പറഞ്ഞയച്ച ഇവരുടെ സ്വകാര്യതകളിലേക്ക് ഇനി ഒരിക്കലും വിളിക്കാതെ നിങ്ങൾ കടന്നു കയറരുത്. നമ്മളുടെ പ്രശ്നം പലരുടെയും സ്വകാര്യതകളിലേക്ക്, അത് നമ്മളുടെ മകനാകാം, മകളാകാം, മരുമകളാകാം, വിളിക്കാതെ കടന്നു കയറുന്ന നമ്മളാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കരുതലുകളായി മാറുന്നത്. ഇനി ഒരിക്കലും ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ക്ഷണിക്കാതെ നിങ്ങൾ ആരും ഇവരുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും കടന്നു കയറരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അഥവാ നിങ്ങൾ ഇവിടുന്ന് നല്ല വിഭവ സമൃദ്ധമായ ആഹാരം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നവർ ഒരിക്കലും
മാറിയിരുന്ന് കമ്പോളങ്ങളിലും പള്ളിയിലും സുഹൃത്തുക്കൾ കൂടുമ്പോഴും ബന്ധുക്കൾ കൂടുമ്പോഴും ഇവരുടെ മാംസം തിന്നുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വിളിച്ചു കൂട്ടിയവരാണ് ഞാൻ അടക്കമുള്ള മുഴുവൻ ആളുകളെ. ഇസ്ലാമിലെ വിവാഹത്തിന് അങ്ങനെ ഏതെങ്കിലും പ്രത്യേകം സ്ഥലം അല്ലെങ്കിൽ പ്രത്യേക ആളുകൾ പള്ളിയിലെ ഇമാമ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കൂദാശയല്ലാത്ത ഒരു എഗ്രിമെന്റാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ വിവാഹമെങ്കിൽ നമ്മളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇന്നു മുതൽ ഇവരവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് ആരംഭിക്കാൻ പോവുകയാണ്. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു ഉപദേശം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഏതൊരു വൈവാഹിക ബന്ധവും ആരോഗ്യമുള്ളതായി നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഇടയിൽ ഉണ്ടാകേണ്ട സ്നേഹമാണ്. പരിശുദ്ധ ഖുർആൻ രണ്ടേ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അവരുടെ ഇടയിൽ സ്നേഹവും അനുകമ്പയും, ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും അനുകമ്പയും, പരിധികളില്ലാതെ സ്നേഹിക്കാൻ, തിരക്കുകളുടെ ഇടയിൽ നിന്ന് സമയം മാറ്റിവെച്ച് തന്റെ ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭർത്താവിനെ ഭാര്യയ്ക്ക് സ്നേഹിക്കാൻ, കേൾക്കാൻ, സംസാരിക്കാൻ, ശ്രദ്ധിക്കാൻ, ക്ഷമിക്കാൻ, പൊരുത്തപ്പെടാൻ, ഇണങ്ങാനും പിണങ്ങാനും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വൈവാഹിക ബന്ധം ആരോഗ്യപരമായി സ്വർഗം വരെ നീളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണ്ടി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വൈവാഹിക ബന്ധം ശരിയാകണമെന്നില്ല. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ രണ്ടുപേരും ഡോക്ടർമാരാണ്. അവര് ലോകത്ത് നൂറുകണക്കിന് രോഗികളുടെ മുറിവുകൾ, അവരുടെ വേദനകൾ, രോഗങ്ങളെ കരിച്ചു കളയുന്ന, ഹീല് ചെയ്യുന്ന ആളുകളാണ്. അവര് ലോകത്ത് അവരുടെ മേഖലയിൽ അറിയപ്പെട്ട ആളുകളായേക്കാം. പക്ഷെ കൂടെ കഴിയുന്ന ഭാര്യയുടെ മനസ്സിനെ, കൂടെ കഴിയുന്ന ഭർത്താവിന്റെ മനസ്സിനെ അവരുടെ തീർത്തും പേഴ്സണലായ പ്രശ്നങ്ങളെ കണ്ടെത്താനും അതിനെ കരിക്കാനും ഹീല് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ലോകത്ത് എന്തെല്ലാം നേടിയിട്ടും ഒരു കാര്യമുണ്ട്. ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്, ലിയോ ടോൾസ്റ്റോയ്. എല്ലാവർക്കും അറിയാം. ലോകത്ത് ഏറ്റവും വിഖ്യാതമായ വാർ ആൻഡ് പീസ് തുടങ്ങി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലോകത്ത് സ്വാധീനിക്കാത്ത ഒരു മനുഷ്യരുമില്ല. 991 മുതൽ 906 വരെ 5 വർഷം നിരന്തരമായി നോബൽ സമ്മാനത്തിന് നോമിനേഷൻ ചെയ്യപ്പെട്ട വ്യക്തി, സാഹിത്യത്തിന് 3 നോബൽ സമ്മാനങ്ങൾ ലഭിച്ച വ്യക്തി, ഗാന്ധിജി അടക്കം ലോകത്തെ വലിയ വലിയ സെലിബ്രിറ്റികളുടെ മനസ്സിനെ കീഴടക്കിയ എഴുത്തുകാരൻ, തന്റെ മാന്ത്രിക പേരുകൊണ്ട് വായനക്കാരുടെ മനസ്സിൽ ഇന്ദ്രജാലം സൃഷ്ടിച്ച ലിയോ ടോൾസ്റ്റോയി കൂടെ കഴിഞ്ഞിരുന്ന തന്റെ ഭാര്യയായ സോഫിയയുടെ മനസ്സിനെ കീഴടക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണം 1910 നവംബർ 20 തന്റെ വീടിനടുത്ത് നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ അനാഥനായി, കൂടെ ആരുമില്ലാതെ വീട്ടിൽ നിന്ന് ഭാര്യയുമായി വഴക്കിട്ട് ദേഷ്യത്തിന് ഇറങ്ങിയതാണ്. ആ രാത്രിയിൽ, റഷ്യയിലെ മഞ്ഞ് വീഴുന്ന രാത്രിയിൽ, റെയിൽവേ സ്റ്റേഷന്റെ സിമന്റ് സ്ലാബിൽ കിടന്നിട്ട് അനാഥനായി, ലോകത്തെ രാജാവിനെ പോലെ മരിക്കേണ്ട ഒരു മനുഷ്യൻ അനാഥനായി മരണപ്പെട്ട് ശരീരത്തിൽ ഐസ് കട്ട വീണ് പിറ്റേന്ന് രാവിലെ വന്ന തൂപ്പുകാരെ ഐസ് കട്ട പൊട്ടിച്ച് ലിയോ ടോൾസ്റ്റോയിയുടെ ശരീരം മുറിയിലേക്ക് എടുത്തുവെങ്കിൽ ലോകത്തെ രാജാവിനെ പോലെ മരിക്കേണ്ട ടോൾസ്റ്റോയി 13 മക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഭാര്യയുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ലിയോ ടോൾസ്റ്റോയിക്ക് അനാഥനെ പോലെ മരിക്കേണ്ടി വന്നു. ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാൻ സമയം കണ്ടെത്താൻ ദമ്പതികൾക്ക് സാധിച്ചില്ല എങ്കിൽ അനാഥമായ മരണം അനുഭവിക്കേണ്ടി വരുമെന്ന് ടോൾസ്റ്റോയി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദാമ്പത്തിക ബന്ധം ആരോഗ്യകരമായി തുടരണമെങ്കിൽ ഉപാധികളില്ലാതെ സമയം മാറ്റിവെച്ച് സ്നേഹിക്കാനും, സമയം മാറ്റിവെച്ച് സംസാരിക്കാനും, കേൾക്കാനും, ആശ്വസിപ്പിക്കാനും, തലോടാനും പഠിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല ലോകത്തെ കാവ്യഭാവനകളെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെട്ട സ്നേഹത്തെ പോലെ അനശ്വരമായി സ്വർഗത്തിലേക്ക് പടർന്നു പന്തലിക്കുന്ന വിവാഹമായി ഈ വിവാഹത്തെ മാറ്റി അല്ലാഹു തആല അനുഗ്രഹിക്കും.